ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഈ പുഡിങ്ങിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പായസത്തിൻ്റെ ഫ്ലേവറിലാണ് നമ്മൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്കിതെങ്ങനെ ചെയ്യേണ്ടത് നോക്കിയാലോ. 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ പാനിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ സാധാരണ പാല് പിരിച്ചെടുക്കുന്ന പോലെ തന്നെ പാല് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു വലിയ നാരങ്ങയുടെ നീരൊഴിച്ച് നന്നായിട്ടൊന്ന് പിരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ പാലിൻ്റെ വെള്ളവും പാൽക്കട്ടിയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വലിയൊരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലൊന്ന് പിരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പിരിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അതിലെ വെള്ളവും പാലിൻ്റെ കട്ടിയും നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പയിൽ നന്നായിട്ട് അരിച്ചു കൊടുക്കണം. അരിച്ചു കൊടുത്തതിന് ശേഷം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തെടുത്തിട്ടാണ് പിന്നെയും നമ്മൾ അരിച്ചിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ നാരങ്ങയുടെ നീരിൻ്റെ ആ സ്മെല്ല് ഇതിനകത്ത് കാണും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുത്ത പാൽക്കട്ടി നമ്മൾ ഒരു പ്രാവശ്യം വെള്ളത്തിൽ നിന്ന് റിൻസ് ചെയ്തിട്ട് വീണ്ടും അരിച്ചിട്ട് ഇതുപോലെ എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് റിൻസ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ നല്ലോണം അതിൻ്റെ മണമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ആ ഒരു നാരങ്ങ നീരിൻ്റെ മണമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ ഉടച്ചു കൊടുക്കാം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ കുക്കറിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രൊസീജിയർ കുക്കറിൽ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പുഡിങ്ങിന് ഒരു ചെറിയൊരു പായസത്തിൻ്റെ ഫ്ലേവറും സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. നന്നായി ചൂടായി വന്ന പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മധുരം കൂട്ടണമെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം 1/2 ലിറ്റർ പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അളവാണ് കേട്ടോ കറക്റ്റായിട്ട് പറയുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ച് പൊന്തി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കണം. 5 മിനിറ്റോളം തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുവാണ്. എന്നിട്ട് ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1 മണിക്കൂറോളം ഇതങ്ങനെ തന്നെ വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പാലിൻ്റെ കളറൊന്ന് മാറി വരും. അതുപോലെ തന്നെ ഒരു പായസത്തിൻ്റെ കളറ് വരും. നമ്മുടെ പുഡിങ്ങിന് ഒരു പായസത്തിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. കണ്ടോ, നമ്മുടെ പാലിൻ്റെ കളറ് പായസത്തിൻ്റെ കളറായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പാലടയുടെ ഒരു കളറിലേക്ക് മാറി വന്നിട്ടുണ്ട്. 1 മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ ഇട്ടതാണിത്. 1.5 ടേബിൾ സ്പൂണോളം ജെലാറ്റിനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ള പാലിൻ്റെയും പാൽക്കട്ടിയുടെയും അളവിനാണ് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പറയുന്നത്. നിങ്ങൾ പാലിൻ്റെ അളവും പാൽക്കട്ടിയുടെ അളവും കൂട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് ജെലാറ്റിൻ്റെ അളവ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നന്നായിട്ട് ജെലാറ്റിൻ കുതിർത്തിയതിന് ശേഷം ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയോ അല്ലെങ്കിൽ മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ് വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുതിർത്തി നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാൽക്കട്ടിയിലേക്കാണ് നമ്മൾ കുക്കറിലുള്ള പാലിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാല് നല്ല ചൂടോടുകൂടി തന്നെ ഈ പാൽക്കട്ടിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട്. സ്പൂൺ വെച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബലൂൺ വിസ്കർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് ബലൂൺ വിസ്കറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു പാൽക്കട്ടി ഇതിലേക്ക് യോജിച്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സമയത്ത് മധുരത്തിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ വാനില എസൻസോ മറ്റൊരു ഫ്ലേവറുകളോ ഞാൻ ചേർക്കുന്നില്ല. കാരണം നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു പായസത്തിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ ഒരു എസൻസും ചേർത്ത് കൊടുക്കാതിരിക്കുന്നത്. നല്ലൊരു പാലപ്രഥമൻ്റെ ഒരു ഫ്ലേവറാണ് ഈ ഒരു പുഡിങ്ങിന് കിട്ടുക കേട്ടോ, ഈ ഒരു മെത്തേഡിൽ ചെയ്ത കാരണം. ഞാൻ ബലൂൺ വിസ്കർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഈ സമയത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു സമയത്ത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ജെലാറ്റിൻ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം രണ്ടും നല്ല ചൂടിലാണ്. ഇപ്പോൾ ബലൂൺ വിസ്കർ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരേപോലെ എല്ലാ ഭാഗത്തും നമ്മുടെ ജെലാറ്റിൻ ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. നമുക്കിതിനിയൊരു
ബൗളിലേക്ക് മാറ്റുന്നതിന് മുൻപായിട്ട് ഇതിൽ നിങ്ങൾക്ക് വല്ല കട്ടയോ തരിയോ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒരു അരിപ്പ വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ബൗളിലേക്ക് മാറ്റി സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സാധാരണ കട്ടകളൊന്നും വരാറില്ല, കാരണം ആ രീതിയിലാണ് നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ഒരു അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിന്ന് കുൽഫി മോൾഡിലാണ് ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കാരണം സാധാരണ നമ്മൾ എടുക്കുന്ന മോൾഡുകളൊക്കെ നമ്മൾ കണ്ട് മടുത്തു. അപ്പോൾ ഞാൻ കുട്ടികൾക്കൊന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുൽഫി മോൾഡിൽ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഓൺലൈനിലാണ് കേട്ടോ ഈ ഒരു കുൽഫി മോൾഡ് പർച്ചേസ് ചെയ്തത്. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആമസോണിൽ നിന്ന് വരുത്തിയതാണിത്. അപ്പോൾ 8 എണ്ണം തയ്യാറാക്കുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോ മോൾഡിലേക്കും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് നിറച്ചു കൊടുക്കരുത്, ഒരു 1/4 ഭാഗത്തോളം നിറച്ചു കൊടുത്താൽ മതി. കാരണം നമ്മളിതിൽ മോൾഡ് ഒന്ന് ക്ലോസ് ചെയ്യും, ഒരു ചെറിയൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഓവർഫ്ലോ ആയിട്ട് വരും, പുഡിങ് ഓവർഫ്ലോ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 ഭാഗം മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുൽഫിയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല രസമാട്ടോ. ഇത് ശരിക്കും നല്ല ഭംഗിയായിട്ട് കുൽഫി മോൾഡിൽ നിന്ന് നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് കുറച്ച് ജെല്ലി കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കുൽഫി മോൾഡിലേക്ക് നമുക്ക് ഇതെല്ലാം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാൻ കുൽഫി മോൾഡ് 1/4 ഭാഗം നിറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ചിട്ട് നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓവർഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 ഭാഗം മാത്രം നിറച്ചു കൊടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത് അൺമോൾഡ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. 2 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തതാണിത്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ അൺമോൾഡ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം മാത്രം ഒന്ന് അൺമോൾഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പുഡിംഗ് എല്ലാം ഞാൻ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കുൽഫി ട്രെയിന്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഞാനിത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു കുൽഫി ട്രെയിനായതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ആ പായസം കഴിക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു പുഡിംഗ് കഴിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. ഇനിയും പുതിയ രുചികളുമായിട്ട് നമുക്ക് കാണാം.